ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല, എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളിലായിപ്പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നോക്കുക, ഇനി ഒരു ഒന്നരാടലായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാൻ നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നൂഡിൽസ് ആയിട്ട് പാക്കാണ് എടുത്തത്. ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ പാക്കാണ്. പക്ഷേങ്കിൽ ഞാനൊരു 400 ഗ്രാമേ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നല്ലോണം തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഒരു 1/4 മണിക്കൂറാകുമ്പോൾ തന്നെ നൂഡിൽസ് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അങ്ങ് മുറിഞ്ഞ് വരും. അപ്പോൾ ഇത് നല്ലതിലേക്ക് കുക്കായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ഉള്ളി നല്ല കനം കുറഞ്ഞ് കട്ട് ചെയ്തതായത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കലാന്ന്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടിയെടുക്കാറ്, എന്തെങ്കിലും റിഫൈൻഡ് ഓയിലിൽ വേണം ഉള്ളി വാട്ടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ച മണം മാറിയിട്ടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കലാണ്. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുന്നത്, ക്യാപ്സിക്കോ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിന്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ക്യാരറ്റിനെല്ലാം അത്യാവശ്യം കുറച്ച് നല്ല വേവ് ഉണ്ടാവും. പിന്നെ ഞാൻ ചിക്കനിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കെല്ലാം അത്യാവശ്യം കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് കുക്കായിട്ട് അങ്ങനെ ഉടയൊന്നും ചെയ്യണ്ട, നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടുക, അത്ര മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കലാന്ന്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ടൊമാറ്റോ സോസാണ്. അത് നല്ല അത്യാവശ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ചിക്കന് ഞാൻ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഞാനിതുപോലെ ചെറിയ പീസാക്കിയിട്ട് നുള്ളി ഇട്ടിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കലുണ്ട്, പിന്നെ ഇന്നിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ നൂഡിൽസ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ സ്പൂണിനെ കൊണ്ട് അങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ 2 സ്പൂൺ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. മസാലയെല്ലാം അടിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നൂഡിൽസിൽ മൊത്തത്തിലായി കിട്ടുന്ന വിധത്തിലൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.